നമുക്കിനി ഡയറക്റ്റ് ലേബർ കാരണം ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഹലോ, വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിവിടെ ചെയ്യുന്നത് ACCA F2 പേപ്പറായ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ എന്ന ടോപ്പിക്കാണ്. ലേബർ കോസ്റ്റിനകത്ത് 2 ടൈപ്സ് ഓഫ് ലേബർ കോസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും ഉണ്ട്. നമുക്കതെന്നാന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. എൻട്രി ആപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തരുന്നുണ്ട്. യുവർ ഇയർ 2025 എന്നും പറഞ്ഞ് ACCA ആസ്പിറൻസിന് വേണ്ടി അവരൊരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അറിയാനും ആ ഓഫർ എടുക്കാനും വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ. നമുക്ക് ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ലേബർ എന്ന് വെച്ചാൽ ലേബർ ഹൂസ് വർക്ക് ഇസ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇതാണ് ഡയറക്റ്റ് ലേബറിൻ്റെ ഡെഫിനേഷൻ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണെന്ന് വെച്ചു. അതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി അവിടെ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരെ ആണ് ഡയറക്റ്റ് ലേബറിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. അവർക്കുണ്ടാകുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ലേബർ നോട്ട് ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇപ്പം ഇതേ എക്സാമ്പിളിൽ തന്നെ കാർ മാനുഫാക്ചറിങ്ങിൻ്റെ എക്സാമ്പിളിൽ തന്നെ ആ ഒരു മാനുഫാക്ചറിങ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാർക്കറ്റിംഗ് മാനേജറോ ഇവരൊക്കെ കാരണം ഇവർ അതിൻ്റെ ഡയറക്റ്റ് പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യുന്നവരല്ല. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് പ്രൊഡക്ഷനിൽ ഇമ്പാക്റ്റ് ഇല്ല. അങ്ങനെയുള്ളതാണ് ഇൻഡയറക്റ്റ് ലേബറും അതിൻ്റെ കോസ്റ്റാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നവരെയാണ് ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. രണ്ടിനെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഡയറക്റ്റ് ലേബറിൽ ഉണ്ടാകുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. Direct labor costs are the cost of labor that can be specifically attributable to a product or service provision. ഈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സർവീസിൻ്റെയോ പ്രൊവിഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടും നമുക്ക് സ്പെസിഫിക്കലി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്നതാണെന്ന് വെച്ചാൽ the wages and salaries of the workers making a particular product in a factory that manufactures several products. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിന് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ വേജസും സാലറീസും അത് നമുക്ക് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വേജസ് ആൻഡ് സാലറീസ് ഓഫ് വർക്കേഴ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഓൺ എ ബിൽഡിംഗ് സൈറ്റ് വെൻ ന്യൂ ഹൗസസ് ആർ ബീങ് കൺസ്ട്രക്റ്റഡ് സച്ച് ആസ് എ പ്ലംബർ. ഇപ്പോൾ നമ്മളൊരു വീട് പണിയുമ്പം ഇലക്ട്രീഷ്യൻ ഉണ്ട്, അവിടുത്തെ മേസ്ത്രി ഉണ്ട്, അതുപോലെ തന്നെ പ്ലംബർ ഉണ്ട്. ഇവരെല്ലാവർക്കും കൊടുക്കുന്ന സാലറിയൊക്കെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്. കാരണം അവർ ഡയറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നേരിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീടും അല്ലെങ്കിൽ കാർ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഇത് സെല്ല് ചെയ്യുന്നവർ, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മാനേജർ, ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജർ, സൂപ്പർവൈസർ, ഇവരൊക്കെ ഡയറക്റ്റായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അത് ഇൻഡയറക്റ്റ് ലേബറും അതിൻ്റെ കോസ്റ്റുമായിട്ടാണ് പോകുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിനകത്ത് indirect labor costs are costs that cannot be specifically attributed to a product or a service of a provision. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിന്. അതിനാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീട് ഇപ്പോൾ പണിയാൻ വേണ്ടി പ്ലംബർ എന്നാ ചെയ്തു എന്ന് ചോദിച്ചാൽ പ്ലംബിംഗ് വർക്കൊക്കെ പ്ലംബറാണ് ചെയ്തത്. ഇലക്ട്രീഷ്യൻ എന്നാ ചെയ്തു, വീടിൻ്റെ ഇലക്ട്രിക്കൽ പണിയൊക്കെ ഇലക്ട്രീഷ്യനാണ് ചെയ്തത്. അപ്പോൾ അവരൊക്കെ ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ പറഞ്ഞ മാർക്കറ്റിംഗ് മാനേജർ ആ വീട് പണിയാൻ വേണ്ടി എന്ത് ചെയ്തു? പുള്ളി പണിയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല, അത് വിൽക്കാനാണ്. ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ശേഷമാണ് പുള്ളിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ദ വേജസ് ആൻഡ് സാലറീസ് ഫോർ ദ പ്രൊജക്ട് മാനേജേഴ്സ് ഓവർസീയിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ഹൗസ്. ആ വീട് പണിയാൻ വേണ്ടി മേൽനോട്ടം വഹിക്കുന്ന പ്രൊജക്ട് മാനേജേഴ്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇൻഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബർക്ക് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ത് ചെയ്തു എന്നുള്ളത്. അതേപോലെ തന്നെ ദിസ് ഇസ് ബിക്കോസ് ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ബിൽഡിംഗ് പ്രോസസ്സ്. ആ ഒരു ബിൽഡിംഗ് പ്രോസസ്സിലോ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത വർക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാനൊന്നുമില്ല. അതിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു എക്സാമ്പിളാണ്. ഇതിനകത്ത് നമുക്ക് നോക്കാം ഡയറക്റ്റ് ലേബേഴ്സും ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് നമുക്ക് എല്ലാത്തിനെയും ഒന്ന് സ്പെസിഫൈ ചെയ്യാം. ഇപ്പം പ്ലംബർ ഫിറ്റിംഗ് ബാത്റൂംസ് ഇൻ എ ന്യൂ ഹൗസ് ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കുമോ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കുമോ? യെസ്, അതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം എന്നാണ്, അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീട് എന്ന ഒരു പ്രൊഡക്റ്റിനകത്ത് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്ലംബർ ബാത്റൂം ഫിറ്റിങ്സ് ചെയ്തേക്കുന്ന പ്ലംബറാണ്. അപ്പം അതിനെ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. ഞാനിവിടെ ഡയറക്റ്റ് എന്ന് എഴുതുന്നുണ്ട്. ഇനി അടുത്തത് പ്രൊജക്ട് മാനേജർ ഓവർസീയിങ് ദ ബിൽഡിംഗ് പ്രോജക്ട്സ്.
ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. കുറച്ച് മുമ്പ് പറഞ്ഞ എക്സാമ്പിളാണ്, അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. കാരണം അവർ ആ ഒരു പ്രൊഡക്റ്റ്, ഒരു വീടെന്ന ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനകത്ത് ഡയറക്റ്റ് ആയിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അവരൊരു ഓവർസീയിങ് ആണ്. ഓവർസീയിങ് ചെയ്യുന്നതുകൊണ്ട് അവർ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണത്. ഇനി അടുത്ത എക്സാമ്പിൾ, ബ്രിക്ക് ലേയേഴ്സ് ഹൂ ബിൽഡ് ദ ഹൗസസ്. ഡയറക്റ്റ് ആയിരിക്കും ഇൻഡയറക്റ്റ് ആയിരിക്കും? അവരും ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വീടിന് വേണ്ടി അവർ എന്ത് ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ എന്നാ ചെയ്തു എന്ന് ചോദിച്ചാൽ ബ്രിക്ക് ലേയേഴ്സ്. അവരാണ് വീടിൻ്റെ ഇഷ്ടികയൊക്കെ വെച്ച് മതിൽ കെട്ടിപ്പൊക്കുന്നവർ. അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആയിരിക്കും. കാരണം അവർ ഡയറക്റ്റ് ആയിട്ട് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിനെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ളവരെ നമ്മൾ ഡയറക്റ്റ് ലേബേഴ്സ് ആണെന്നാണ് വിളിക്കുന്നത്. നമുക്കത് ഡയറക്റ്റ് എന്ന് എഴുതാം. ഇനി അടുത്തത് മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിങ് ദി ന്യൂ ഹൗസ് ഫോർ സെയിൽ. ന്യൂ ഹൗസ് ഫോർ സെയിൽ എന്നും പറഞ്ഞുകൊണ്ട് മാർക്കറ്റിംഗ് മാനേജർ അഡ്വർടൈസ് ചെയ്യുന്നു. അതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും? വീട് വിൽക്കാൻ വേണ്ടി അഡ്വർടൈസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ആ വീടിന് വേണ്ടി പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളി അഡ്വർടൈസ് ചെയ്തുകൊണ്ടാണ് ആ വീട് സെയിലായത്. പക്ഷേ ആ വീടെന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തുള്ള കോസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. വീടെന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് മാർക്കറ്റിംഗ് മാനേജർ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ് ഗുഡ്സ് ആയിട്ട് അതിൻ്റെ സെല്ലിംഗ് പ്രോസസ്സിലാണ്, പ്രൊഡ്യൂസിങ് പ്രോസസ്സിലല്ല പുള്ളി ഉള്ളത്. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് ലേബർ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത വായിച്ചു നോക്കിയേ, കാർപ്പൻറ്റർ മേക്കിംഗ് ഡോസ് ഇൻ ദ ന്യൂ ഹൗസ്. കാർപ്പൻറ്റർ മേക്കിംഗ് ന്യൂ ഡോസ് ഫോർ ദ ന്യൂ ഹൗസ്. വീടിന് വേണ്ടി തടിപ്പണികൾ ചെയ്യുന്നത് കാർപ്പൻറ്റർ. അതെന്തായിരിക്കും? അതും ഒരു ഡയറക്റ്റ് ലേബറാണ്. ആ വീടിൻ്റെ പണിക്ക് വേണ്ടിയാണല്ലോ, വീടെന്ന പ്രൊഡക്റ്റിനകത്ത ഒരു പാർട്ടാണല്ലോ ഡോറ്. അപ്പം അത് നമുക്ക് ഡയറക്റ്റ് എന്ന് എഴുതാം. അടുത്തത് ഇലക്ട്രീഷ്യൻ ഫിക്സിങ് ഇലക്ട്രിക്കൽ കേബിൾസ് ഇൻ ദ ന്യൂ ഹൗസ്. നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇലക്ട്രീഷ്യൻ ഫിക്സിങ് ഇലക്ട്രിക്കൽ കേബിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയറക്റ്റ് കോസ്റ്റ് തന്നെയാണ്. ദ ആർക്കിടെക്ട് ഹൂ വിസിറ്റ്സ് ദ സൈറ്റ് ടു ചെക്ക് ദ പ്ലാൻസ് ആർ ഫോളോഡ്. ആർക്കിടെക്ട്, നമ്മൾ വിചാരിക്കും പ്ലാൻ വരച്ചത് ആർക്കിടെക്ട് അല്ലേ, അപ്പോൾ ആർക്കിടെക്ട് കാരണമാണല്ലോ വീടെന്ന പ്രൊഡക്റ്റ് വന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാലും ആർക്കിടെക്റ്റും ഡയറക്റ്റ് കോസ്റ്റിനകത്ത് വരില്ല. കാരണം അദ്ദേഹം പ്ലാൻ വരച്ചതേ ഉള്ളൂ. ആ ഒരു പ്രൊഡക്റ്റ് പുള്ളി ചെയ്ത് തന്നെ ചെക്ക് ദ പ്ലാൻസ് ആർ ഫോളോഡ്, പുള്ളി വരച്ച പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കാനേ അദ്ദേഹം വരുന്നുള്ളൂ. അപ്പം അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. പ്രൊജക്ട് മാനേജർ സെക്രട്ടറി. പ്രൊജക്ട് മാനേജറിൻ്റെ സെക്രട്ടറി എന്ന് പറയുമ്പം ഈ ഒരു പ്രൊഡക്റ്റായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ലല്ലോ, അദ്ദേഹവും ഇൻഡയറക്റ്റ് കോസ്റ്റിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്നും ഇപ്പം ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല ഡയറക്റ്റ് എന്നതാണ് ഇൻഡയറക്റ്റ് ലേബർ എന്നതാണെന്നുള്ളത്. നമുക്ക് എന്നാലും ഡയറക്റ്റ് ലേബർ കൊണ്ട് ഉണ്ടാവുന്ന ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റുകളുണ്ട്. അതെന്നതാണെന്ന് നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ നോക്കാവുന്നതാണ്. നമുക്കിനി ഡയറക്റ്റ് ലേബർ കാരണം ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നതെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ലൈൻ വായിച്ചേ, there are some other points to be aware of when direct labor പ്രൊഡക്ഷനിലൊക്കെ ഉള്ളത് workers receive holiday pay and sick pay. This is treated as an indirect labor cost because it is not a cost directly involved in producing the products. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഡയറക്റ്റ് കോസ്റ്റിനകത്തോട്ട് വരുന്നതല്ല. അവിടുത്തെ ഈവൻ ദോ ഒരു ഡയറക്റ്റ് ലേബർ ആണെങ്കിലും അദ്ദേഹം പേഴ്സണൽ കാരണം കൊണ്ടുണ്ടാക്കുന്ന സിക്ക് ലീവോ ഹോളിഡേ പേ ലീവോ ഇതൊന്നും നമുക്ക് ആ ഒരു കോസ്റ്റിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഡയറക്റ്റ് ലേബർ കാരണം ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അതിൻ്റെ റീസൺ ആണ് which is because these costs directly isn't involved in the producing of the product. അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് വേറൊന്നാണ് ഐഡിയൽ ടൈം. ഐഡിയൽ ടൈം എന്നതാ, ഇറ്റ് ഈസ് വെൻ ആൻ എംപ്ലോയീസ് ആർ അണേബിൾ ടു വർക്ക് വെൻ ഇറ്റ് ഈസ് നോട്ട് ടു ദെയർ ഫോൾട്ട് ബട്ട് ദേ ആർ സ്റ്റിൽ പെയ്ഡ്. എന്ന് വെച്ചാൽ അവർ കണ്ടാവുന്ന റീസൺ കൊണ്ടല്ല, പക്ഷേ എന്നാലും പ്രൊഡക്ഷൻ തന്നെയായിരിക്കും. ഇപ്പം മെഷീനിന് ഒരു തകരാറ് വന്നു, അല്ലെങ്കിൽ ഇൻവെന്ററി സ്റ്റോക്ക് ഔട്ട് ആയി കാണും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം ഡയറക്റ്റ് ലേബേഴ്സ് കാരണം അല്ലാതെ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റോപ്പായെങ്കിലും അവർക്ക് പേ കൊടുക്കേണ്ടി വരും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അതും ഒരു ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ല. The basic pay of a direct workers is the direct cost and all other costs of direct workers are indirect cost. All costs indirect workers are indirect cost. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പാരഗ്രാഫാണ്. ഒന്നും കൂടി വായിച്ചു തരാം. ഒരു ഡയറക്റ്റ് വർക്കേഴ്സിന് ഉണ്ടാവുന്ന ബേസിക് പേ, അതിനെ നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയത്തുള്ളൂ. പക്ഷെ അത് കാരണം ഉണ്ടാവുന്ന ഇപ്പോൾ അവർക്ക് ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ സിക്ക് ലീവ് പേയോ ഐഡിയൽ പേയ്മെൻറ്റോ ഇത് എല്ലാം ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അതിന് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കത്തില്ല. ഈവൻ തോ അതെല്ലാം പേ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് ലേബർക്കാണ്, എന്നാൽ പോലും അവരുടെ ബേസിക് പേ മാത്രമേ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് വർക്കേഴ്സിന് കൊടുക്കുന്ന ബേസിക് പേയും എന്തുവാണേലും ഇൻഡയറക്റ്റ് ലേബേഴ്സ് കാരണം വരുന്ന എല്ലാ കോസ്റ്റും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഈ ഒരു പാരഗ്രാഫ് ഒന്നും കൂടി നിർത്തി വായിച്ചു നോക്കുക. കണ്ടിന്യൂ ചെയ്യാം. ഇനി കുറച്ച് ഇതുകൊണ്ടുള്ള ഒരു കീ നോട്ട്സ്, ഒരു 3 പോയിന്റ് നമുക്ക് മനസ്സിലാവാനാണ്. Only hours spent directly producing a product or service are considered direct labor cost.
ഒരു പ്രൊഡക്റ്റോ പ്രൊഡ്യൂസോ ഉണ്ടാക്കാൻ വേണ്ടി അതിന് മാത്രം ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തേക്കുന്ന അവേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റോ സർവീസിനോ വേണ്ടി ഡയറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന അവേഴ്സ്, സ്പെൻഡ് ചെയ്തേക്കുന്ന അവേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബറായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓൾ അതർ കോസ്റ്റ് ആർ ഇൻഡയറക്റ്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ടു ഡയറക്റ്റ് വർക്കേഴ്സ്. നേരത്തെ അതിൻ്റെ ഒരു സമ്മറിയാണ്, അതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പോലെയാണ് ഈ കീ നോട്ട്സ് നമ്മൾ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഡയറക്റ്റ് വർക്കേഴ്സിന് നമ്മളൊരു ബോണസ് പേ ചെയ്യുന്നുണ്ടാവും, അതും ഡയറക്റ്റ് ലേബേഴ്സിനാണ് കൊടുക്കുന്നതെങ്കിലും ആ ഒരു ബോണസിനെയും നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് ലേബേഴ്സിന് ഉണ്ടാകുന്ന കുറച്ച് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റുകളുടെ ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് എന്നാന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇപ്പം ഇതിനകത്ത് ഐഡിയൽ ടൈം ഇൻ വിച്ച് ഡയറക്റ്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് ബട്ട് നോ വർക്ക് ഇസ് ബീങ് ഡൺ, അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഐഡിയൽ ടൈം ഉണ്ടാവാനുള്ള കാരണം അവർ കാരണം അല്ലാതെ പ്രൊഡക്ഷൻ നിന്ന് എന്നിട്ട് അവർക്ക് സ്റ്റിൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. ആ ഒരു പേയ്മെന്റിനാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അത് ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ജനറൽ ഓവർ ടൈം പ്രീമിയം. ഈ ജനറൽ ഓവർ ടൈം പ്രീമിയം എന്നതാ ദ പ്രീമിയം എബവ് ദ ബേസിക് റേറ്റ് പെയ്ഡ് ടു ദ വർക്കേഴ്സ് ഫോർ അവേഴ്സ് ബിയോണ്ട് ദെയർ റെഗുലർ അവേഴ്സ്. അവർ ഇപ്പം ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന അവരോട് 5 hours 20 rupees ആയിരിക്കും പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ഓരോ അവേഴ്സിനും 3 rupees വെച്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടാവും. ആ ഒരു 3നെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രീമിയം കൊടുക്കുന്നതും നമുക്ക് അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓവർ ടൈം വർക്ക് ഫോർ കസ്റ്റമർ റിക്വസ്റ്റ്. അതേസമയം നമ്മുടെ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഓവർ ടൈമും, മറ്റത് ഈ പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ ഓവർ ടൈം സ്പെൻഡ് ബൈ വർക്കേഴ്സ് ടു ഫുൾഫിൽ എ കസ്റ്റമർ സ്പെസിഫിക് റിക്വസ്റ്റ്. ഇപ്പം നമ്മൾ ഈ വീട് പണിയുന്നതിന് നമ്മൾ ആദ്യം എസ്റ്റിമേഷൻ ഇട്ടിരുന്നത് ഒരു വർഷം എസ്റ്റിമേറ്റ് ഇട്ടു. അപ്പോൾ 1 വർഷം കൊണ്ട് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ നമ്മുടെ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞു ഇതൊരു 8 months കൊണ്ട് തീർത്ത് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം. ആ ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഓവർ ടൈം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അത് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എക്സ്ട്രാ അവേഴ്സ് ആണ്. കാരണം അതൊരു നെസസിറ്റിയാണ്, നമ്മളോട് നമ്മൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന. അത് പക്ഷേ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കും. അതേസമയം നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്ന ഒരു ഓവർ ടൈം, പണി തീർക്കാനായിട്ടും നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് എടുക്കുന്ന ഓവർ ടൈമിന് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടും എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴേക്ക് നമ്മുടെ ഓവർ ടൈം എടുക്കുമ്പോഴേക്കും ഉള്ള ഡയറക്റ്റ് കോസ്റ്റിന് ദ ഓവർ ടൈം റേറ്റ് ഇൻക്ലൂഡ്സ് ദ ബേസിക് റേറ്റ് ആൻഡ് ദ ഓവർ ടൈം പ്രീമിയം. നമ്മുടെ ബേസിക് റേറ്റും ഉണ്ടാവും, ഓവർ ടൈം പ്രീമിയം ഉണ്ടാവും ആ ഡയറക്റ്റ് കോസ്റ്റിൽ. കാരണം അത് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് എടുത്തേക്കുന്ന ഓവർ ടൈമാണ്. ഇനി എന്താണ് ഓവർ ടൈം? It is usual for staff to be paid an additional amount of money when they work extra hours. This additional payment is known as an overtime premium. It is often but not always above their normal rate of pay. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുമ്പോഴേക്ക് നമുക്ക് എല്ലാവർക്കും ഓവർ ടൈം ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. ഓവർ ടൈം ചെയ്യാന്ന് പറയാൻ നമ്മളോട് പറഞ്ഞേക്കുന്ന സ്പെസിഫൈഡ് അവേഴ്സിനേക്കാളും കൂടുതൽ നേരം ഇരുന്ന് പണി ചെയ്യും. അത് ചിലപ്പോൾ നമ്മളായിട്ട് എടുക്കുന്നതായിരിക്കും, കാരണം നമ്മുടെ ജോലി തീർക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും ഓവർ ടൈം ചെയ്താൽ നമുക്ക് ബേസിക് പേനേക്കാളും കുറച്ചും കൂടി കിട്ടും. അതാണ് പറയുന്നത്. ചിലപ്പം ഓവർ ടൈമിൻ്റെ റേറ്റ് നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് പേനേക്കാളും ബേസ് ചെയ്തിട്ട് അതിനേക്കാളും എബവ് ആയിരിക്കും. അപ്പോൾ ഓവർ ടൈം പ്രീമിയംസ് ആർ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. എല്ലാ ഓവർ ടൈം പ്രീമിയംസും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ല. ക്ലയൻറ്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട് ഉണ്ടാവുന്ന ഓവർ ടൈം പ്രീമിയംസ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒരു 2-3 പോയിന്റ് ഉണ്ട്. The main thing to remember when deciding if labor costs are direct or indirect is whether the work done is directly involved in producing the product or service. ഈ ലേബർ കോസ്റ്റ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് നോക്കേണ്ട ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ബേസിക് റൂളാണ്. ഈ ഒരു കോസ്റ്റ് കാരണം നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിന് വല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുന്നത്. The exemption to this rule is overtime, which is split between direct cost and an indirect cost unless stated otherwise. ഇപ്പം ഓവർ ടൈം ചെയ്യുന്നതും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഓവർ ടൈം ചെയ്യുന്നതും ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഓവർ ടൈം എന്നുള്ളതിന് ഒരു എക്സംഷൻ ഉണ്ട്. ഓവർ ടൈമിനകത്ത് 2 പേയ്മെൻറ്റാണ് വരുന്നത്. ഒരു ബേസിക് പേയും വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓവർ ടൈം പ്രീമിയം വരുന്നുണ്ട്. ഇതിനകത്ത് ബേസിക് പേ നമ്മളൊരു ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കും. പക്ഷേ ഓവർ ടൈം പ്രീമിയം നമ്മളൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കും. അൺലെസ് സ്റ്റേറ്റഡ് അതർവൈസ് എന്ന് പറയുന്നത് ആണ് ഈ ഒരു ടേം പറയുന്നത് എന്നതാ, നമ്മുടെ ക്ലയൻറ്റ് നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അതൊരു ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ എപ്പോഴും ഓവർ ടൈമിൽ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. If the company's overall workload causes the need for an overtime, the overtime premium is classified as an indirect labor cost. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പനിയുടെ വർക്ക് ലോഡ് കൂടുതൽ നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ഓവർ ടൈം ആണെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇഫ് ഓവർ ടൈം ഈസ് റിക്വസ്റ്റഡ് സ്പെസിഫിക്കലി ബൈ എ കസ്റ്റമർ ടു റഷ് പ്രൊഡക്റ്റ് ഡെലിവറി എക്സെട്ര,
then the basic rate and overtime premium of those overtime hours is classified as direct labor for that job. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓവർ ടൈം നമ്മുടെ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ 1 വർഷം കൊണ്ടുള്ള തീർക്കാന്ന് പറഞ്ഞ വീട് നമ്മുടെ കസ്റ്റമർ പറയാം അത് 8 മാസം കൊണ്ട് തീർക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് പണിയണം, കൂടുതൽ ഓവർ ടൈം ചെയ്യണം. അങ്ങനെ വരുമ്പോഴേക്കും ആ ഒരു ഓവർ ടൈമിനെയും ബേസ് പേനെയും നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും, നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അപ്പം ഇതാണ് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും വരുന്നത്, ലേബർ കോസ്റ്റിൽ വരുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ലേബർ കോസ്റ്റിൻ്റെ കൂടുതൽ ഡെപ്ത് ആയിട്ടും കൂടുതൽ പ്രോബ്ലം ഉള്ള കാര്യങ്ങളും പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. പിന്നെയും കാണാം.